ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാക്ട് നമ്മൾ ഇന്ന് പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. 1:4 അടുത്ത് നമ്മൾ ഇന്ന് എന്തായാലും പ്രോഫിറ്റിൽ ഇറങ്ങിയിരുന്നു. അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഈ ക്യാൻഡിൽ റിവേഴ്സൽ ക്യാൻഡിൽ വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇവിടുന്ന് ഇറങ്ങി ഇവിടെ എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ ഓൾമോസ്റ്റ് 1:4 എന്നുള്ള രീതിയിൽ പിന്നെ അടുത്താണ് ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത് തന്നെ. ഈ ഒരു ഇത്രയും പോയിന്റ്സ് നമുക്കൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും നമ്മുടെ ഒരു സപ്പോർട്ടിൽ വന്ന് പിന്നെ ഇന്നലെ അതായത് 30-ാം തീയതി ക്രിയേറ്റ് ചെയ്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു പ്രോപ്പറായിട്ട്. അതിനുശേഷം നമ്മുടെ സപ്പോർട്ടിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും റെസിസ്റ്റൻസിൽ പോയി കൺസോൾഡേറ്റ് ചെയ്തതിന്റെ ശേഷമാണ് പിന്നെ അവിടുന്ന് നല്ലൊരു ഫോൾ വന്നത്. ഈ ഒരു ഫോളിൽ തന്നെ പ്രീമിയം നല്ല മൂവ് ചെയ്തിട്ട് ഇവിടെ നിന്നൊക്കെ എൻട്രി എടുത്തവർക്ക് ഒരു 100 പോയിന്റ്സ് വയ്ക്കും. അത്ര എടുത്തില്ലെങ്കിലും ആ മൂവ് വയ്ക്കും ഇതിൽ വന്നിരുന്നു അതിനനുസരിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ സപ്പോർട്ട് ഇന്നത്തെ CPR എന്തായാലും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നാളത്തേക്ക് CPR ആയിട്ട് അത് എടുക്കുന്നുണ്ട്, VCPR ആയിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് പോയി വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. അപ്പോ നമുക്കിനി നാളത്തേക്കുള്ള എന്തായാലും നോക്കി നോക്കാം എന്താന്നുള്ളത്. നാളെ നോക്കുകയാണെങ്കിൽ നമുക്ക് CPRന്റെ ഏരിയ ഏതാണ് വരുന്നത്, അതേപോലെ തന്നെ VCPR ഇന്നത്തെ VCPR കിടക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 50 മിനിറ്റ് ടൈം ഫ്രെയിം ഇട്ട് നോക്കുമ്പോഴും ഈ ഒരു ഏരിയക്ക് തന്നെയാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണല്ലോ നിൽക്കണത്. ഒരു 24,300ൻ്റെയും അതേപോലെ 23,800ൻ്റെ ഇടയിൽ ഒരു 500-600 പോയിന്റ്സിന്റെ ഇടയിലാണ് ഇപ്പൊ ലാസ്റ്റ് ഏപ്രിൽ 23 മുതൽ 23, 24, 27, 28 അങ്ങനെ ഒരു 6-7 ദിവസമായിട്ട് ഒരു ഏരിയയിലാണ് നിൽക്കണത്. അപ്പൊ ഒന്നല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് താഴേക്ക് ഈ ഒരു റേഞ്ച്. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇപ്പോഴുള്ള ഏരിയ വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം ഇമ്പോർട്ടന്റ് സോൺ ഏതാന്ന് നോക്കിയിട്ട്. അപ്പൊ ഇതില് ഇന്ന് ഫോളോ വന്ന ഏരിയ അതായത് 24,285 ഏരിയ, ആ ഒരു ഏരിയയും അതേപോലെ തന്നെ ലാസ്റ്റ് 23,800ൻ്റെ ഏരിയ, ഈ രണ്ട് ഏരിയയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവിടുന്ന് ഇനിയിപ്പോ ഒന്നല്ലെങ്കിൽ ഫോൾ വന്നാലും അവിടെ ബയേഴ്സ് വന്നിട്ട് അല്ലെങ്കിൽ എബവ് ആണെങ്കിൽ അവിടുന്ന് സെല്ലേഴ്സ് വന്നിട്ട് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ഏരിയ ബ്രേക്കപ്പ് അല്ലെങ്കിൽ അതായത് 23,280 പ്രൈസ് റേഞ്ച് 24,250 പ്രൈസ് റേഞ്ച് നല്ലൊരു ബ്രേക്ക്ഔട്ട് ഒക്കെ കിട്ടിയിട്ട് നല്ലൊരു ക്യാൻഡിൽസ് ഒക്കെ വന്നിട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ എന്തായാലും അപ്സൈഡ് പോകാനുള്ള ചാൻസ് ഉണ്ട് മാർക്കറ്റ്. അതുപോലെ ഇന്നത്തെ CPRന്റെ ഒരു ഏരിയയൊന്നും പലപ്പോഴും നമുക്ക് ഒരു റിവേഴ്സൽ കാണാനുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ ഒന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ ഈ വരച്ച ഒരു സോണ് പലപ്പോഴും ഇത്രയും വലിയ ക്യാൻഡിൽസ് വരുമ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പലപ്പോഴും പ്രൈസ് വീണ്ടും വരാറുണ്ട്. അപ്പൊ അതും കൂടി നോക്കിയിട്ട് എൻട്രി എടുക്കാൻ നോക്കുക. പിന്നെ നാളത്തെ ഇപ്പോഴത്തെ ദിവസങ്ങളിൽ മാർക്കറ്റ് നൈറ്റ് അതായത് ഇപ്പൊ മാർക്കറ്റ് ക്ലോസ് ചെയ്തു 3:15, ഇനിയിപ്പോ നാളെ രാവിലെ 9:15 ഓപ്പൺ ചെയ്യുന്നേക്കാൾ മുന്നേ പല കാര്യങ്ങളും വേൾഡ് വൈഡ് ആയിട്ട് നടക്കാറുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഓപ്പോസിറ്റ് പോകാറാണ് പലപ്പോഴും മാർക്കറ്റ് പതിവ്. അപ്പൊ നമ്മൾ എന്താണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് അന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ഇന്ന് ഇപ്പോ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നല്ലൊരു ബുള്ളിഷ് കാണിച്ചിട്ട് പിന്നെ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഒരു 121 പ്രൈസ് റേഞ്ചിലാണ്, ആ ഒരു ഗെയിനിലാണ് ഇന്ന് പ്രോഫിറ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നമുക്കറിയില്ല ഓവറോൾ ഇന്നലത്തെ റിക്കവറിയും അതായത് ലാസ്റ്റ് 30 ഏപ്രിലിലത്തെ റിക്കവറി പിന്നെ ഇന്നത്തെ ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ്സും ഇന്ന് സെല്ലേഴ്സ് വന്നെങ്കിലും കൂടിയിട്ട് ലാസ്റ്റ് ഒരു മൊമെന്റിൽ ബയേഴ്സ് കയറിയിട്ടാണ് അല്ലെങ്കിൽ ഇന്ന് ലോസിൽ ക്ലോസ് ചെയ്തിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അപ്പോൾ നാളത്തെ മാർക്കറ്റ് നോക്കാം, ഒന്നല്ലെങ്കിൽ താഴേക്ക് വരാം, അതായത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അപ്സൈഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്, ലൈക്ക് ഇങ്ങനെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവാള ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയാ നടക്കണേ വെച്ചാൽ അതിനനുസരിച്ചിട്ട് നാളെ പ്രോപ്പർ ആയിട്ട് കണ്ടിരിക്കുകയാണ് ബെറ്റർ. പ്രൈസ് ആക്ഷൻ നോക്കുക.
കാരണം റിപ്പീറ്റ് ആയിട്ട് നടന്ന ഏരിയകളും പിന്നെ കാൻഡിൽസിന്റെ സ്ട്രക്ചർ നോക്കുക മെയിൻ ആയിട്ട്.